ധർമ്മസ്ഥലത്തിന്റെ ഗേറ്റ് വേ ഓഫ് ധർമ്മസ്ഥല, ബിൽഡ് ബൈ ശ്രീ ഡി രത്നവർമ്മ ഹെഗ്ഡെ ഇൻ 1966. വന്നപ്പോൾ തന്നെ ഡയറക്റ്റ് ഉടുപ്പിയിലേക്കുള്ള ബസ് കിട്ടി. സമയം 4:30. വിചാരിച്ച ടൈമിലും കുറച്ചും കൂടെ ലേറ്റായി. ഇതൊന്ന് ഉടുപ്പിയിലേക്ക് ഇവിടുന്ന് 3 മണിക്കൂറുണ്ട്. 7:30 മണിയോ ഉടുപ്പിയിലെത്തുമ്പോൾ. റോഡ് വലിയ കുഴപ്പമില്ല. ചില ഭാഗത്ത് മാത്രമേ ഇന്നലെ വരുമ്പം കട്ടില്ലും കുണ്ടും കട്ടും. ബാക്കി അത്യാവശ്യം 110 കിലോമീറ്റർ ഉടുപ്പിയിലേക്ക്. 110 എടുക്കും. അപ്പോൾ 3 മണിക്കൂർ തന്നെ എടുക്കും മിനിമം. 7:30 പിടിച്ചോ എത്തുമ്പോ. കർണാടക RTC ബസ്സാ, ചുവപ്പ് കളറ്. ധർമ്മസ്ഥലം വിട്ടിട്ട് ആദ്യം കിട്ടുന്ന ടൗണാണ് ബെൽത്തങ്ങാടി. 5 മണിയായി. 4:30 വിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. അപ്പൊ ഇത് ബെൽത്തങ്ങാടി വഴി ഉടുപ്പിയിലേക്ക്. ഒരു ചെറിയൊരു ടൗണാണ്. അവിടുത്തെ KSRTC സ്റ്റാൻഡിലേക്ക് കയറിയ ബസ്. ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല. റൂമിൽ വരുമ്പം ചാർജ് ചെയ്യാൻ വെച്ചപ്പോൾ കരണ്ടും ഇല്ല. ബാറ്ററി ഏകദേശം ഡെറ്റാവാനെ. ഒരു 4% ഇനി ചാർജ് ഇല്ല. ഏത് സമയം സ്വിച്ച് ഓഫ് ആവാം. വൈകുന്നേരമായി. 5:30 മണിയായി. വെയിലെല്ലാം താണ്. ഒരു ഏകദേശം ഒരു സൂര്യൻ ഒന്ന് ടെമ്പറേച്ചറെല്ലാം കുറഞ്ഞ്. അതുകൊണ്ടൊരു സുഖമുണ്ട് ബസ്സിൽ. ചൂടാണെങ്കിൽ നല്ല വേർപ്പായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ അതെല്ലാം ഒന്ന് ശരിയായി. ബാറ്ററി ഇപ്പൊ ഏത് സമയം തീരും. അതാണ് അടുത്ത പ്രശ്നം. ഇനി ഉടുപ്പിയിലെത്തി ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി കുറച്ചു നേരം ചാർജ് ചെയ്യണം. ഉടുപ്പി എത്തുമ്പോഴേക്കും ഇനി കൊല്ലൂർ മൂകാംബികയിലേക്കുള്ള ബസ് കിട്ടുമോ സംശയം. 7 മണി 7:30 എല്ലാം ആകുമ്പോൾ അങ്ങോട്ടേക്കുള്ള ബസ് സംശയമാണ്. നോക്കാം. അവിടെ എത്തിയിട്ട് ബാക്കി. പോകുന്നിടത്തോളം ബാറ്ററി പോട്ടെ. റോഡ് അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. കാലിയ ചിലയിടത്ത് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. ഓവറോൾ കുഴപ്പമില്ല. റോഡ് സിംഗിൾ റോഡ്. ഇന്ന് ഈ ബസ്സില് കർണാടക RTCയിൽ ഈ ചേട്ടനാ ഡ്രൈവർ എന്നാണ്. കല വന്നിട്ടുണ്ട് വൈപ്പർ ഉപയോഗിച്ചിട്ട്. രാത്രിയാകുമ്പം ക്ലിയർ അടിക്കും. നല്ലോണം ക്ലിയർ അടിക്കും. ഇങ്ങോട്ട് ഡ്രൈവർ ഭാഗത്ത് ഓടിക്കാൻ കുറച്ച് പണിയാ. ഹൈ ബീമെല്ലാം അടിച്ചു കഴിഞ്ഞാൽ കല കണ്ട മിററില്. നമ്മളിപ്പം മണിപ്പാലെത്തി. KMC കസ്തൂർബ മെഡിക്കൽ കോളേജ്, മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് മണിപ്പാലിന്. ഉണ്ട് മണിപ്പാൽ ഗ്രൂപ്പ്. അപ്പൊ ഇപ്പം മണിപ്പാൽ ടൗണിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പോ നമ്മള് ഇവിടുന്ന് ഇനി അടുത്ത് നെക്സ്റ്റ് ഉടുപ്പി. പണ്ടെല്ലാം നമ്മളെ നാട്ടിൽ നിന്ന് കണ്ണൂർ, കാസർഗോഡ് നിന്നെല്ലാം ഇങ്ങോട്ട് മണിപ്പാലിലേക്കാണ് വരുന്നത് ട്രീറ്റ്മെന്റിന്. കസ്തൂർബ KMCയിൽ. ഇപ്പൊ പിന്നെ അമൃത വന്ന്, മിംസ് വന്ന്, ആസ്റ്റർ മിംസ് കോഴിക്കോട് വന്ന്. അതുകൊണ്ട് ഇപ്പം പിന്നെ കൂടുതലും അങ്ങോട്ടേക്കായി പോക്ക്. കാസർഗോഡിലെ ആൾക്കാര് പിന്നെ ഇപ്പൊ മംഗലാപുരത്ത് AJ ഷെട്ടി ഉണ്ട്, MB ഷെട്ടി ഉണ്ട്, എനപ്പോയ ഗ്രൂപ്പ് ഉണ്ട്, യൂണിറ്റി ഹോസ്പിറ്റലുണ്ട്. അങ്ങനെ കുറെ ഹോസ്പിറ്റലുണ്ട് അവിടെ. അതുകൊണ്ട് കാസർഗോഡുകാർ പിന്നെയും കുറെ എല്ലാം മംഗലാപുരത്ത് തന്നെയാണ് പോകുന്നത്. KMCയിൽ വരുന്ന ഇപ്പൊ കുറവാ. കാരണം AV ഷെട്ടി, MB ഷെട്ടിയിലെല്ലാം
കുറച്ചും കൂടെ പൈസ കുറച്ചിട്ട് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ് മണിപ്പാൽ ടൗൺ. KMC ഹോസ്പിറ്റൽ ബാക്കിൽ കടന്നുപോയി. ചെറിയൊരു പോർഷനെ പിടിക്കുന്നില്ല, കാരണം ഫോണിൽ ചാർജ് ഇല്ല. ഇനി ഉടുപ്പി എത്തി എവിടെന്നെങ്കിലും കുറച്ചൊരു ക്വിക്ക് ചാർജ് ചെയ്യണം, 10 മിനിറ്റ്. അപ്പൊ ധർമ്മസ്ഥലത്ത് നിന്ന് ഏകദേശം 3.25 മണിക്കൂർ എടുക്കും ഉടുപ്പിയിലെത്താൻ. ഇപ്പൊ ഉടുപ്പിയിലെത്തി കഴിഞ്ഞാൽ ഇനി വേറെ ബസ് മൂകാംബികയിലേക്ക് കിട്ടുന്ന കാര്യം സംശയം. അപ്പൊ അടുത്ത് ഇനി നമ്മള് കുന്താപുരം വരെ പോയിട്ട് ഇറങ്ങേണ്ടി വരും. അവിടുന്ന് പിന്നെ ഹോൾട്ട് ചെയ്ത് രാവിലത്തെ ബസ് പിടിക്കേണ്ടി വരും മൂകാംബികയിലേക്ക്. അവിടുന്ന് ഒരു 25-30 കിലോമീറ്റർ ഉള്ളൂ മൂകാംബികയിലേക്ക്. എന്നാലും കാര്യം നടക്കും, കുഴപ്പമില്ല. ടൗണും കഴിഞ്ഞ് ഹൈവേ കയറി ഈ എക്സ്പ്രസ് എന്നുള്ള ഈ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഗ്ലാസ്സിന് റോഡൊന്നും മര്യാദയ്ക്ക് കാണുന്നില്ല, എല്ലാം ക്യൂ ബ്ലോക്ക് ആയിരിക്കുക. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ബസ് നേരത്തെ കർണാടക RTCന്റെ ലൈലനിലാണ് വന്നത്. ആ ബസ് ഈ ബസ്സും ഫ്രണ്ടിലിരിക്കുമ്പം നല്ല വ്യത്യാസമുണ്ട് ഒച്ചയില്. ഈ ബസ് നല്ല സ്മൂത്താ, ഇത് ലൈലന്റെ ബസ്സാണ്. ഇപ്പൊ നല്ല സ്മൂത്താ ബസ്, ഒച്ച കുറവാ തീരെ. ഡീസലിന്റെ ഒച്ച കുറവാ തീരെ. എഞ്ചിൻ നല്ല സൈലന്റ് എഞ്ചിനാ. അതുപോലെ പോക്ക് അങ്ങനെ വൈബ്രേഷൻ ഒന്നും അങ്ങനെ അറിയാനുമില്ല. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ബസ്സിന്റെ മുകളിൽ. അത്യാവശ്യം പുതിയ ബസ്സാണെങ്കിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ബസ് നല്ലോണം. എഞ്ചിൻ എന്താ എക്സ്പ്രസ് എന്നുള്ള ഇത് വന്നോണ്ട്, സ്റ്റിക്കർ വന്നോണ്ട് റോഡ് ഇവിടെ ഒന്നും കാണുന്നില്ല. രാത്രിയാണെന്നും കൂടി. കുന്താപുരത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഓർമ്മയില്ല, എന്നാലും അധിക ദൂരമില്ല. ഒരു ഉടുപ്പിന്ന് 1 മണിക്കൂറിന്റെ താഴെയല്ലോ കുന്താപുരേക്ക്. ഉടുപ്പിന്ന് കുന്താപുരം എത്തി 40 മിനിറ്റ് അത്രയില്ലോ ഉടുപ്പിന്ന് കുന്താപുരത്തേക്ക്. ടോട്ടല് 38 കിലോമീറ്റർ. എന്ന് പറഞ്ഞാൽ കുന്താപുരത്ത് നിന്ന് ബസ്സുണ്ട്. ഇപ്പം രാത്രി 8:40 ലാസ്റ്റ് ബസ്സാണ് മൂകാംബികയിലേക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഇല്ലോ. അപ്പം സമയം ശ്രദ്ധിക്കുക. രാത്രി 8:40 കുന്താപുരത്ത് നിന്ന് ലാസ്റ്റ് ബസ്. ഉടുപ്പിയിൽ നിന്ന് ബസ്സില്ല, 8 മണിക്ക് മുമ്പേ കയറണം ബസ്, എന്നാലേ ഉടുപ്പിയിൽ നിന്ന് മൂകാംബികയിലേക്ക് ബസ് കിട്ടുക. അപ്പം ബസ് ടൈമിങ്സ് ഒന്ന് നിങ്ങൾ കയറുന്നിടത്ത് നിന്ന് അന്വേഷിക്കുക വരുന്നതിന് മുമ്പേ. കാരണം രാത്രി പിന്നെ വന്നു കഴിഞ്ഞാൽ റൂം എടുക്കേണ്ടി വരും. നമ്മൾ കുന്താപുരന്ന് വരുന്ന ബസ്സായത് മൂകാംബികയിലേക്ക്. കുന്താപുരന്ന് ഇത് 8:55 പുറപ്പെടും. കുന്താപുരന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉണ്ട് കൊല്ലൂർ മൂകാംബിക. അപ്പം ഇതിപ്പം പെട്രോൾ പമ്പിൽ ഡീസൽ അടിക്കാൻ കയറിയതാണ്. ബസ് നല്ല വരവാണ് വരുന്നത്. കാലിയാ, ആളില്ല. രാത്രിയേ ഇല്ല, ലാസ്റ്റ് ട്രിപ്പല്ല. അതുകൊണ്ട് ബസ് അടിച്ചു പിടിച്ച് പോകുന്നുണ്ട്. റോഡ് ഇങ്ങോട്ട് കുറച്ച് കുണ്ടും കുഴിയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന്
ഒരു 15 കിലോമീറ്ററേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഇനി എത്തും ഏകദേശം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് നാളെ ആവാം രാവിലെ, മൂകാംബിക വിശേഷങ്ങളും കാര്യങ്ങളിലും. ഇന്നിപ്പോൾ നല്ല ടയർഡായി. ധർമ്മസ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ബസ് പിടിച്ച് ഉടുപ്പി വരെ, ഉടുപ്പിയിൽ നിന്ന് കുന്താപുരം ബസ് മാറി കയറി കുന്താപുരത്ത് നിന്ന് നേരെ ഇവിടെ മൂകാംബികയിലേക്ക്. അതുകൊണ്ട് വിചാരിച്ച സ്ഥലത്ത് ഇന്ന് എത്താനായി, സമയം പോയിട്ടില്ല. ഓക്കേ, ടേക്ക് കെയർ.